നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സൂര്യൻ്റെ പ്രകാശം നമ്മളെ ചേച്ചിയുടെയൊക്കെ വീടിൻ്റെ ടെറസിൻ്റെ മണ്ടയിൽ കൂടെ ഞാനിങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇന്നിപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. പതിവ് പോലെ തന്നെ നമ്മളെ ഈ ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ മുറ്റത്ത് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ടും ഉണ്ട്. പിന്നെ ഇന്നിപ്പോൾ നമുക്ക് കുക്കിങ്ങിൻ്റെ വീഡിയോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഇതിൽ കുറച്ച് വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇന്ന് എടുത്തതല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ എടുത്ത വീഡിയോ ആണ്. ഇടയ്ക്ക് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഇപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ മുറ്റത്തോട്ട് ഇറങ്ങി. രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് കതക് തുറന്നിറങ്ങുമ്പോൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സൈഡിലുണ്ടല്ലോ നിറച്ച് ഇങ്ങനെ പൂ പൂത്ത് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ടെന്ന് വെച്ചാൽ ഈ ഒരു സൈഡ് അങ്ങ് അറ്റം വരെ നിൽപ്പുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നല്ല ഒരു പ്രത്യേക ഭംഗിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ഇതാണ്, ഒരു വൈറ്റ് കളറിലൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോഴത്തേക്ക്. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും. തിരിച്ചിങ്ങനെ നോക്കുമ്പോഴും അങ്ങേറ്റം വരെ നമ്മൾ ആ കിണറ്റിൻ്റെ അവിടം വരെ നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ അമ്പലത്തിൽ കൊടുക്കാനുള്ള തെറ്റിപ്പൂവ് നമ്മളല്ല, അപ്പുറത്തെ അമ്മാമയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വരും, പൂ കൊണ്ട് കൊടുക്കും. അപ്പോൾ നല്ലതുപോലെ അതും ഒക്കെ ഒന്ന് പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മോന് കുറവുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് വിശ്വസിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. അതിനെപ്പറ്റി ഞാൻ പറയാം. പിന്നെ ഇന്നിപ്പം കുറച്ച് സാധനം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരുപാടൊന്നും മേടിക്കാനില്ലായിരുന്നു. ഒരു കവർ ചപ്പാത്തി മേടിച്ച്, മാവില്ലായിരുന്നു, മാവ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കവർ പാലും മേടിപ്പിച്ച്, പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇതിപ്പോഴും മേടിപ്പിച്ചതാണ് കേട്ടോ. പിന്നെ അരി മേടിച്ചിട്ടുണ്ട്, 5 കിലോ അരി കുടുംബശ്രീരതാണ്, അങ്ങനെ അതും മേടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പോയിട്ടില്ല, അല്ലാതെ മേടിപ്പിക്കുകയാണ് ചെയ്തത് കേട്ടോ. എനിക്ക് പോകാനായിട്ട് വൈകിയായിരുന്നു. കുറച്ച് ദിവസമായിട്ട് എനിക്ക് എന്തോ ഒരു നടുവേദനയും എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കള മുറ്റത്താണെങ്കിൽ ഇത്തിരി പണി കാര്യങ്ങൾ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പുല്ല് വറുപ്പും കാര്യങ്ങളും അങ്ങനെ ഒത്തിരി പണി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെ കൊണ്ട് എനിക്കങ്ങ് എന്തോ പോലെ. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ച് ഇങ്ങനെ മേടിപ്പിക്കാമെന്ന്. അങ്ങനെ എന്തായാലും അരി മേടിച്ച് കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതുപോലെ ഇന്നലത്തെ ചോറ് വെച്ചതൊക്കെ ഇരിക്കുവാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും ചോറ് വെക്കുന്നില്ലേ. പിന്നെ ഒരുപാട് പേരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ നേരത്തെ ഇപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൊച്ചിന് ഇങ്ങനെ ഉണ്ട്, കുറവുണ്ടോ, എന്തായി, ഹോസ്പിറ്റലിൽ കാണിക്കണേ, വെച്ചുകൊണ്ടിരിക്കല്ലേ എന്നൊക്കെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കാണിച്ച് കേട്ടോ. ഹോസ്പിറ്റലിൽ കാണിച്ച് നല്ല രീതിയിൽ തന്നെ കുറഞ്ഞ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയതുപോലെ തന്നെ മുഖമായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ഭയങ്കര പേടിയായിരുന്നേ. നന്നായിട്ട് കവിള് എല്ലാം അങ്ങ് പെരുകി നല്ല നീരും, അതായത് നമ്മളെ ഈ താടിയെല്ല് ഒന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ലായിരുന്നു, അത്രയ്ക്ക് നല്ല നീരുണ്ടായിരുന്നു. ഇപ്പോൾ സാധാരണ രീതിയിലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ കുറഞ്ഞ് കിട്ടിയ മരുന്നും കാര്യങ്ങളും ഇപ്പോഴും കഴിക്കുന്ന ആൻറ്റിബയോട്ടിക് കഴിക്കുന്നുണ്ട്, അത് നിർത്തിയിട്ടില്ല. 2 ദിവസം കൂടെ ഉണ്ട് മരുന്ന്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും സപ്പോർട്ടും. കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം നമ്മളെ കാര്യങ്ങളും എല്ലാം. ഇതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കമൻറ്റ് ഞാൻ കിടക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും ചോറും കറികളും മാത്രമേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ കാണണ്ട കേട്ടോ. അതിങ്ങനെ കമൻറ്റ് ഇടുന്നവരുടെ അടുത്ത് ഞാൻ പറയുന്നതാണ്. അപ്പോൾ അത് ഞാൻ പറയാം. അപ്പോൾ ഈ ഒരു സ്കൂളുണ്ടല്ലോ, കിളിമാനൂർ രാജാ രവിവർമ്മ സ്കൂളാണ്, മക്കൾ പഠിച്ച സ്കൂളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെ വീഡിയോയിൽ എന്തായാലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ. കാരണം ഒരുപാട് പേര് ഇവിടെ പഠിച്ചിറങ്ങിയിട്ടുള്ളൊരു സ്കൂളാണ് രാജാ രവിവർമ്മ സ്കൂളെന്ന് പറയണത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് മക്കൾ പഠിച്ചതെന്ന് വെച്ചാൽ ഇവിടെ മോള് പിന്നെ +2 വരെ പഠിച്ച്, 5ാം ക്ലാസ് മുതൽ +2 വരെ പഠിച്ചത് മോൾ ഇവിടെയാണ്. പിന്നെ ആ ഒരു ബസ് സ്റ്റോപ്പ്, പിന്നെ ആ ബസ് സ്റ്റോപ്പിൻ്റെ അപ്പുറത്താണ് ബോയ്സ് കേട്ടോ, ബോയ്സ് സ്കൂള്. അപ്പോൾ അവിടെയാണ് മോൻ പഠിച്ചത്. ബോയ്സും ഗേൾസും സെപ്പറേറ്റഡ് ആണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗേൾസ്, അപ്പുറത്ത് ബോയ്സ്. അപ്പോൾ ഒരുപാട് നമ്മളിവിടെ കയറി ഇറങ്ങും എടുക്കും ഒക്കെ ചെയ്തിട്ടുണ്ട്. മക്കളൊക്കെ ഉണ്ടാക്കാനാണെങ്കിലും PTക്ക് വരാൻ വേണ്ടിയിട്ടാണെങ്കിലും വിളിക്കാനോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ എഡിറ്റ് ചെയ്ത് കയറ്റിയതാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്ന വീഡിയോ ആണെന്ന് വെച്ചാൽ കുറച്ച്, അതായത് എനിക്ക് തോന്നുന്നു മോനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതിൻ്റെ അന്നാണെന്ന് എനിക്ക് തോന്നി, അടുത്ത സമയത്തായിട്ട് കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ ഞാൻ എടുത്തതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ അടുത്ത സ്ഥലത്തായിട്ട് എൻ്റെ അത്രയ്ക്ക് നമ്മളെ കൂടെ അത്രയും ഒരു കൂടപ്പറപ്പിനെ പോലെ കാണുന്ന ഒരു ചേച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയിട്ട് തിരിച്ച് വന്ന വഴിക്ക് ഞാൻ കാരണം പിന്നീട് ഇങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ മക്കളെ സ്കൂള് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കാണിച്ച് തരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെറിയൊരു വീഡിയോ എടുത്ത് വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് മോള് പറഞ്ഞു, അമ്മ ഇങ്ങനൊരു വീഡിയോ എടുക്ക് എന്ന് പറഞ്ഞ് അങ്ങനൊരു വീഡിയോ എടുത്ത്. അപ്പോൾ ഇവിടെയാണ് മോൻ പഠിച്ചത് കേട്ടോ, ബോയ്സിൽ. അപ്പം ബോയ്സിൽ മോനും അപ്പുറത്ത് ഗേൾസിൽ മോളും. അപ്പോൾ ഇതാണ് മക്കൾ 2 പേരും പഠിച്ചിരുന്ന സ്കൂള്. അപ്പം നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കാണുക. പിന്നെ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇതിൻ്റെ കൂടെ ഇട്ടതും കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾ പഠിച്ച സ്കൂളെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും, പിന്നെ ഈ ഒരു വീഡിയോ നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണേ.
പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല. നമ്മൾ മുമ്പൊക്കെ ഇതിലെ ഇങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടെ എന്തോ ശിവൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട്, ശിവലിംഗം അങ്ങനെയുള്ള എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്. എനിക്കങ്ങനെ വലിയ രീതിയിലുള്ള അറിവും കാര്യങ്ങളും ഇല്ല. അപ്പോൾ അങ്ങനെ എന്തൊക്കെ വെച്ചിരിക്കണം അതെന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ എടുത്താണ് അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട്. പിന്നെ ഇപ്പോഴും നമ്മളിങ്ങോട്ട് വന്നപ്പോഴത്തേക്കാണെന്നുണ്ടെങ്കിൽ മഴയും പെയ്യുന്നുണ്ടായിരുന്നേ. പിന്നെ സൈഡിൽ കയറി നിന്ന് കടത്തിണ്ണയിലോട്ട് ഇങ്ങോട്ട് കയറി നിന്ന്. പിന്നെ അത് മാത്രമല്ല ഇടിയും മിന്നലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇടയ്ക്കായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട്, വെട്ടമൊക്കെ മങ്ങി, അതുപോലെ മഴക്കോളും ഉണ്ട്. പിന്നെ ഞാൻ വിചാരിച്ച എന്തായാലും വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് മക്കൾ പഠിച്ച സ്കൂൾ കിളിമാനൂർ RRV സ്കൂളാണ്. അപ്പോൾ അതും കൂടെയൊക്കെ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്ന വഴിക്കല്ലേ നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നീട് ഇപ്പം ഇനി ഇങ്ങോട്ടൊന്നും വരക്കോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഇതിനിടയ്ക്ക് നമ്മൾ ഹോസ്പിറ്റലിലൊന്ന് പോയിട്ടുണ്ടായിരുന്നല്ലോ. ആദ്യം നമ്മൾ ENT ഡോക്ടറെയാണ് കാണിച്ചത്. 10 ദിവസത്തേക്ക് മരുന്ന് തന്ന്. അപ്പോൾ മോനത് കുറവില്ലാതെ വന്നപ്പോൾ കേശവപുരത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന്. പിന്നെ ഇവിടെ വന്നപ്പോൾ വലിയ ആളും കാര്യങ്ങളോ ഒന്നുമില്ല, തെന്നിയും തെറിച്ചും മാത്രമേ ആൾക്കാരുള്ളൂ കേട്ടോ. പിന്നെ ഡോക്ടറെ കണ്ട്, പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ നിന്ന് റിസൾട്ടൊക്കെ വാങ്ങിച്ച്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ നിന്നപ്പോൾ ചെറിയൊരു വീഡിയോ എടുത്ത്. ഇപ്പോൾ ആളൊന്നും ഇല്ലട്ടോ. അപ്പോൾ പനി കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആൾ കുറവുണ്ട്. പിന്നെ ഡോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞ് നമ്മളവിടെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നും കടിക്കുമോ, ഭയങ്കര കുരയില്ല. അങ്ങനെ പിന്നെ ഞാൻ വോയിസ് മാറ്റുകയാണ് ചെയ്തത് കേട്ടോ. ആ വോയിസും കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ബഹളങ്ങൾ കേൾക്കാനായിട്ട് പറ്റും. എങ്ങനെ ഇവിടെ ആൾക്കാർ വരെയെടുക്കുകയും നിൽക്കുകയും ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാൻ വയ്യ. അപ്പോൾ അതൊക്കെയായിരുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ കിടക്കുന്നു. കുറച്ചല്ല, ഒത്തിരി അധികം ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോ അറ്റത്തുനിന്ന് എടുത്തെടുത്ത് തുടങ്ങി. മൊബൈൽ സൈഡിൽ വെച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഹാപ്പീനെ അഴിച്ചു വിടുന്ന സമയത്ത് പെട്ടെന്ന് വരെ സ്റ്റാൻഡിൽ തട്ടും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാൻ വിചാരിച്ചു ഇത് ഫുൾ എടുത്തിട്ട് വീഡിയോയിൽ കാണിക്കാമെന്നൊക്കെ വിചാരിച്ചാണ് ഇരിക്കുന്നത്. കുറച്ച് മാത്രമൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഏകദേശം കുറച്ച് ഭാഗമൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അതും കൂടെ ഇതിൻ്റെ കൂടെ വീണ്ടും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഹാപ്പീനെ ഒന്ന് അഴിച്ചു വിട്ട്. ഇങ്ങനെ കിടന്ന് ഓടിക്കൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഞാൻ ഇവിടെ സൈഡിൽ നിൽക്കുമ്പോൾ അവൾ ഭയങ്കര ബഹളം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹാപ്പി ഇപ്പോൾ ഇത്തിരി വലുതായിട്ടുണ്ട് കേട്ടോ. നന്നായിരിക്കുകയാണ്, വേറെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇതിനിടയ്ക്ക് നമ്മളെ പൂച്ച പ്രസവിച്ച്, മിന്നു പ്രസവിച്ച് കുട്ടികളെ കൊണ്ട് വയ്ക്കുക, എടുത്തുകൊണ്ട് പോകും. ഭയങ്കര സന്തോഷം, ഹാപ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞ് കഴിഞ്ഞ കമൻറ്റ് ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നും ചോറും കറികളും മാത്രമല്ല വീഡിയോയിൽ എന്തെങ്കിലും മാറ്റിക്കൊണ്ട് വന്നോളൂ. ഞാൻ എന്ത് മാറ്റിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ വീട്ടിൽ എന്തൊക്കെയാണോ ഉള്ളത്, എൻ്റെ ജോലി കാര്യങ്ങളാണ് ഇവിടുത്തത്. നമ്മളെ വീഡിയോ ആദ്യം തുടക്കം മുതൽ കാണുന്നവർക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്താൻ പറ്റൂ. പക്ഷേ നിങ്ങൾ കാണുമ്പോൾ ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണണ്ട. പിന്നെ കാണുന്നവർ കാണട്ടെ. എനിക്കിപ്പോൾ എന്തായാലും ഞാൻ ചെയ്യുന്ന ജോലി എനിക്ക് ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ്, അതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ കുക്കിങ്ങിൻ്റെ വീഡിയോ ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കാര്യം പറയണം. അതുപോലെ കുറച്ച് വീഡിയോ ഞാൻ എടുത്ത് വെച്ചിരുന്നു, ഇതങ്ങ് ഇടാമെന്ന് വിചാരിച്ച്. പിന്നെ നമ്മളെ ഹാപ്പിയുടെയും പൂച്ചക്കുഞ്ഞിൻ്റെയും സന്തോഷം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്തായാലും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഹാപ്പീനെയും നമ്മളെ പൂച്ചക്കുഞ്ഞുങ്ങളും അവരെല്ലാവരും നല്ല രീതിയിലുണ്ട്. ഹാപ്പി ഇങ്ങനെ ആക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോണേനാണ് അവൾ ചെറിയ രീതിയിൽ തള്ളേനൊന്ന് പേടിയാക്കിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.